കൊണ്ടുപോയിട്ട് കാണിച്ചു തരണോ പുതിയ വീട്? ഗുഡ് മോർണിംഗ്. എനിക്ക് വെല്ല വെച്ച് നേരെ റോബോട്ടം തിന്നില്ലേ? മഴക്കാറുണ്ട് കേട്ടോ, മഴക്കാറൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചെറുതായിട്ട് മഴക്കാറൊക്കെ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുപോയിട്ട് എടുത്തേക്കാ വിചാരിച്ചിട്ടോ. പക്ഷെ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോയിട്ട് വരാം. നമ്മൾ കുറച്ച് സാധനങ്ങൾ കാറി കൊള്ളാവുന്നത് കണ്ടു, കാറി കൊള്ളാവുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതിനകത്തൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങൾ ഇന്നാണ് കൊണ്ടുവച്ചാൽ പിന്നെ നാളെ നമുക്ക് അടിച്ചൊരു തുടച്ച് നാളെ തന്നെ നമ്മൾ സാധനങ്ങളും കൊണ്ടുപോകും. അപ്പം പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. അത്രയും സാധനങ്ങളായിട്ട് പോയാൽ അത്രയും നന്നെന്ന് വിചാരിച്ചിട്ടോ. കാശ് ഇവിടെ കിടക്കോട്ടെ മടിയിൽ കിടക്കണം, അവൻ കിടക്കണോണ്ടാണ് ഈ രണ്ട് കാലും ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ എത്തിട്ടോ കുറച്ച് സാധനം ഷോക്കേസ് വെച്ച്, കുറച്ച് ഈ റൂമിൽ ഒരു അലമാരുണ്ട്, അവിടെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറേ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കുന്നിടത്ത് എൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, ഇതിലൊക്കെ പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ കേട്ടോ, അതൊക്കെ ഇവിടെ വെച്ചു. പിന്നെ ഇതൊക്കെ നമ്മൾ വാങ്ങിയ സാധനങ്ങളാട്ടോ, ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് നമ്മളൊക്കെ വാങ്ങിയ സാധനങ്ങളാണ്. അതൊക്കെ റെഡിയാക്കി നാളെ അവിടുത്തെ കടയിൽ മറ്റേത് വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ. ക്യാഷ്നെറ്റ് അപ്പോൾ പൊറാട്ടയും ബീഫ് ഫ്രൈയും വാങ്ങാൻ ചോദിച്ചു. ഇവിടെ ന്യൂസിൽ മന്ത്രിമാരൊക്കെ ഇതാക്കിയത് പറയുന്നുണ്ട്. ഏതൊക്കെ മന്ത്രിമാരാണ്, ആരോഗ്യവകുപ്പും മറ്റേത് മറിച്ചൊക്കെ പറയുന്നുണ്ട്. ആൾക്കാരൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. കഴിക്കാണെങ്കിൽ വിശന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിരുന്നു. പക്ഷെ ഇടനേരത്ത് എന്തെങ്കിലുമൊക്കെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തലവേദന ഒക്കെ. ഞാൻ വിശപ്പ് തീരെ സഹിക്കാൻ വയ്യ, ഭയങ്കര തലവേദന, നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട്. അയ്യോ, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ, പക്ഷെ ഉച്ചയ്ക്ക് കഴിച്ചാലും പിന്നെ കഴിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ സീന. ഇടനേരം ഫുഡ് ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കില്ല, അങ്ങനെയൊക്കെ കഴിക്കണം. കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തല. ഇനി നമുക്ക് കുറച്ചും കൂടി പരിപാടികളുണ്ട് വീടിൻ്റെ, അതിന് തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ എനിക്ക് പോകണം. അപ്പോൾ പോക്കും ഇതൊക്കെ കൂടി ആകുമ്പോഴേക്ക് തീരെ എനിക്ക് വയ്യാതാവും. കാരണം വെച്ചാൽ ഇതെങ്ങനെ നടന്നൊക്കെ വാങ്ങാണ്ട്, അപ്പോൾ അതും ഇതൊക്കെ കൂടി ആകുമ്പോഴേക്ക് തീരെ വയ്യാതാവും. അപ്പോൾ വിചാരിച്ചു പൊറാട്ടയും ബീഫും വാങ്ങി കഴിക്കുക, ഷവർമ കഴിക്കുക വിചാരിച്ചു. പക്ഷെ കാര്യമായിട്ട് എന്തെങ്കിലും ചെല്ലട്ടെ, അപ്പോൾ വിചാരിച്ചു പൊറാട്ടയും ബീഫും കഴിക്കുക വിചാരിച്ചു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി കയറി ഇരിക്കാൻ പറ്റിയിട്ടില്ല. പറയാം കാശി ഹായ് പറയാം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകട്ടോ. പൊറോട്ടൊക്കെ ഞാൻ എന്ത് ചെയ്തു, വണ്ടിയിൽ നിന്നൊക്കെ കഴിച്ചു, കൈയൊക്കെ കഴുകി സെറ്റായി. നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു. ഉള്ളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് പാർക്ക് ചെയ്യണോർത്തോട്ടോ. അപ്പോഴാണെങ്കിൽ അത് മഴയും ചാറി നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടിയൊക്കെ നല്ല ഇടി കിട്ടുന്ന ശബ്ദം ഉണ്ടായിരുന്നു. നല്ല കാറ്റും വീണു, മരം കിടന്ന് നല്ല മഴയായിട്ട് നമ്മൾ വന്നപ്പോ ആ മഴ കള്ളം കൊണ്ട് നല്ല മഴ കേട്ടോ. പിന്നെ മഴ ഗ്യാസ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അവിടെ. പക്ഷെ ഗ്യാസ് കഴിഞ്ഞിറക്കണം. ഗ്യാസ് എടുക്കാൻ വന്നപ്പോൾ ഗ്യാസ് ഇവിടെ ഇല്ല, ഗ്യാസ് കഴിഞ്ഞു. ഗ്യാസ് വണ്ടി തെരഞ്ഞു പോവാ കേട്ടോ. പൂക്കയിൽ ഗ്യാസ് വണ്ടി ഉണ്ട് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് വണ്ടിക്കാരെടുത്തുനിന്ന് ഗ്യാസ് എടുക്കണം. അപ്പം അതിന് വേണ്ടി പോവാണ്. എന്താണ് മറ്റേ നമ്മളാ പോയി എടുക്കണോടത്ത് ഉണ്ടാവുമല്ലോ, അവിടെ ഇല്ല കേട്ടോ, അവിടുത്തെ കഴിഞ്ഞിറക്കണം. അപ്പം ഇനി വണ്ടിക്കാരെടുത്ത് പോയിട്ട് ഗ്യാസ് എടുക്കണം അല്ലേ അല്ലേ? ആ റെഡി. അങ്ങനെ നമ്മൾ തിരഞ്ഞു നടന്ന അവസാനം നമുക്ക് ഗ്യാസ് വണ്ടി കിട്ടി. അങ്ങനെ ഗ്യാസൊക്കെ കിട്ടിയിട്ട് മറ്റേ നമ്മൾ ഗ്യാസ് ഇല്ലാതെ പോകേണ്ടിയിരുന്നു ചോദിച്ചു. നമ്മൾ ഊട്ടിയിലാണെന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു. നമ്മൾ അത് ഞങ്ങൾ വാസനഗുടി വഴി പോകുന്നു, പക്ഷെ അല്ല, നമ്മള് മലപ്പുറം തിരൂര് ഊട്ടി ബ്യൂട്ടി. കാശി എങ്ങനെയുണ്ട്? ഇതോ ചെറുത് വരെ, ചെറുത് എന്നാൽ വാങ്ങണം കേട്ടോ നമുക്ക് വലുത്. ഒരു ഫാനല്ല കുറേ ഫാനുണ്ട്, ഒരു ഫാനല്ല കുറേ ഫാനുകളുണ്ട്.
ഹലോ, അപ്പൊ നമ്മളിതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും റെഡി ആക്കിയിട്ടില്ല. മഴയൊക്കെ കാരണം വണ്ടി കൊണ്ടുപോ മഴയായിരുന്നു കേട്ടോ. അത് വേറെ റൂം കേട്ടോ. നമ്മളൊന്നും റെഡി ആക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ അവിടെയാണ് നമ്മളൊന്നും ശരിയാക്കിയിട്ടൊന്നും ഇല്ലതൊന്നും കണ്ടില്ലായിരിക്കണു. കാരണം മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഗ്യാസ് കിട്ടിയില്ലെന്ന് അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനിയും ഒക്കെ നാളൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ. അത് ഇത്രയേ ഉള്ളൂ. ഷോപ്പീസൊക്കെ ഞാൻ സെറ്റായിട്ട് തോന്നും. കാശിയുടെ സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി. അപ്പം അത്രയും ചായയൊക്കെ കുടിച്ചിട്ടു. അപ്പം കാശിതാ ചായയൊക്കെ കുടിച്ചു. കാശി സൈക്കിളൊക്കെ ചവിട്ടുന്നതാ. പിന്നെ ഉണ്ടോ സ്ഥലമൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമ്മൾ പറിക്കാമെന്ന് വിചാരിച്ചു. കാശുണ്ടോ? കാശ് പറിച്ചു തരുമോ? പുല്ലൊക്കെ പറിച്ചിട്ട് തരുമോ? പുല്ല് പറിച്ചിട്ട് ഞാൻ അവനക്ക് ഇതിൽ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവൻ അപ്പുറത്തേക്ക് ഇടാം. അല്ല പുല്ല് പറിക്കാനും വരും. ചെറിയ ചെറിയ പുല്ലാട്ടോ, പെട്ടെന്ന് പോരും. അങ്ങോട്ടൊക്കെ ഭയങ്കര കാടും പൊന്തയും പോലെയൊക്കെ. പിന്നെ ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് വലിയ സീനില്ല. ഇവിടെ കുറേ എൻ്റെ ഫാൻസി സാധനങ്ങളും ഇതൊക്കെ ഉണ്ട് വെച്ചു. ഇവിടെ എൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വെച്ചു. ഇനി ഇവിടെയൊക്കെ സെറ്റാക്കണം കേട്ടോ. ഇതൊക്കെ സെറ്റാക്കി. ഇതിൻ്റെ സാരീൻ്റെ പെട്ടികളാട്ടോ. ഇതൊക്കെ സെറ്റാക്കണം കേട്ടോ. ഇതൊക്കെ എൻ്റെ സാരി പെട്ടി കേട്ടോ. ഇത് സാരി, അത് സാരി, ഇതിൽ ബ്ലൗസുകൾ, കുറേ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനുണ്ട്. ഇവനൊക്കെ തട്ടിടും തോന്നണം. ഈ എങ്ങടെ കയറുന്നേ? അത് നമ്മളതെ ബെഡൊക്കെ കുറേ വൃത്തിയാക്കി കേട്ടോ. കളിച്ചേ എന്താ പറയാ, നമ്മള് അൽമാറ കുറേ വൃത്തിയാക്കിയിട്ട് കുറേ നേരം വൃത്തിയാക്കൽ തുടങ്ങിയിട്ടോ. പിന്നെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ക്ഷീണമൊക്കെ കൂടെ ആയിട്ട് കുളിയോ നടന്നില്ല. ബണ്ണൊന്നും കാണില്ല. മുടി അടച്ച് തന്നെ ചുറ്റിയായിട്ട് കെട്ടിട്ടോ. ഞാൻ കാശിൻ്റെ ഓരോ ഡ്രസ്സായിട്ട് ഞാൻ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇതുപോലെ കാശിൻ്റെ ഡ്രസ്സ് ഇവിടെ ആക്കാൻ അത് കുറച്ച് മടക്കി വെച്ചു. അതും കൂടി കഴിഞ്ഞു. ഇനി വലിയതൊന്നും ഇല്ല. പിന്നെ അടിക്ക് കുറച്ചുണ്ട്. അടിക്ക് 2 കള്ളികൾ. ഇതിൽ ഞാൻ എൻ്റെ പുതിയ ഡ്രസ്സും സാരിയും വെച്ചു. ഇപ്പോഴത്തേൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ല. ഞാൻ അതിലെന്തെങ്കിലും വെക്കണം. അങ്ങനെയൊക്കെ ചുരിദാറുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതോടെ അത് കഴിഞ്ഞു. ഇനി അപ്പുറത്തെ റൂമാണ് കേട്ടോ നമുക്ക് വൃത്തിയാക്കാനുള്ളത്. കുറച്ച് ഡ്രസ്സും കൂടി ഉണ്ട്. പിന്നെ പഴയ ഡ്രസ്സുണ്ട്. അവിടെ ഒരു അലമാറുണ്ട്. ആ അലമാരയിൽ ഇനി നമ്മളെ പഴയ ഡ്രസ്സുകൾ വെക്കണം. അപ്പോൾ അത് ആണി അടിച്ചാലേ ആ അലമാര അവിടെ നിൽക്കുള്ളൂ. അപ്പം ഏട്ടൻ വന്നിട്ട് വേണം ചെയ്യാനൊക്കെ. അപ്പം ഇനി ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ വാങ്ങിയ നെയ്ച്ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി അതിൻ്റെ ഒപ്പം ചിക്കൻ കറി ഉണ്ടായിരുന്നു. രാത്രി ചോറൊക്കെ വെച്ച് സെറ്റാക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ഞാൻ ബാക്കി പരിപാടികളും കൂടി നോക്കട്ടെ. അതങ്ങനെ ഫ്രണ്ടെന്നല്ലോ ഒരു വെച്ചരുള്ളൂ. ഏതാ മൈൻഡ് എന്താ ഫ്രിഡ്ജൊക്കെ വാങ്ങി. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നത്. ഇതൊക്കെ നമ്മൾ സെറ്റാക്കിട്ടോ. കാശിയുടെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചു. കാശിയും ഷാനും ധരിക്കണു. കാശിത കുഞ്ഞിക്കാശി. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.